എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് കേക്ക് സിക്കിൾസ് ആണ്. ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോപ്സ്, സിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് ഉണ്ടാവില്ലേ. അതിൽ സിക്കിൾസ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിക്കിൾസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും ഒരു കേക്കാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ പീസസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് അത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. ഡാർക്ക് ചോക്ലേറ്റും ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തത്. അത് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പം നല്ല ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന്, അത് ഉരുട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോയരുത്, ആ ഒരു പരുവത്തിന് നമ്മളതിനെ കുഴച്ച് എടുക്കണം. ഓവറായിട്ട് നനയും വേണ്ട, എന്നാൽ നനവ് കുറയാനും പാടില്ല. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള കേക്ക് സിക്കിൾസിൻ്റെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അതുപോലെ ഐസ്ക്രീം സ്റ്റിക്കുകളും വാങ്ങിക്കാൻ കിട്ടും, കേക്ക് ഷോപ്പിലുണ്ടാവും. എന്നിട്ട് ഈ മോൾഡിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഭാഗം കേക്ക് നല്ലപോലെ അമർത്തി ഫില്ല് ചെയ്യുക. സൈഡൊക്കെ നല്ലതായിട്ട്, ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല. നന്നായിട്ട് കുഴയ്ക്കണം, കേക്ക് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ഇതിനകത്തേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. ഒരു പകുതി ഭാഗത്തോളം സ്റ്റിക്ക് കയറി പോവണം. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കേക്ക് വെച്ച് തന്നെ കവർ ചെയ്യുക. നന്നായിട്ട് അമർത്തിയിട്ട് ഗ്യാപ്പില്ലാണ്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് മുകൾ വശം എക്സസ് ആയിട്ട് കേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റണം. എന്നിട്ട് നിരപ്പാക്കി കൊടുക്കുക. കൈകൊണ്ട് നിരപ്പാക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുല വെച്ചൊക്കെ നിരപ്പാക്കി കൊടുക്കുക. അപ്പോൾ കേക്ക് ആവശ്യത്തിന് നനവ് ഉണ്ടാവണം. എന്നിട്ട് നല്ലപോലെ അമർത്തി പ്രസ് ചെയ്ത് തന്നെ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. നനവ് കുറഞ്ഞാൽ വിണ്ട് കീറി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവും. നമ്മൾ ലാസ്റ്റ് ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യും, അന്നേരം അതങ്ങോട്ട് പൊട്ടി വീഴും. അപ്പോൾ ആ നല്ലപോലെ അമർത്തണം. എന്നിട്ട് സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. പകുതി ഫില്ല് ചെയ്ത് സ്റ്റിക്ക് വെക്കുമ്പോഴാണ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ചിലർ ഫുൾ ഫില്ല് ചെയ്തിട്ട് സ്റ്റിക്ക് കുത്തി കൊടുക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാം. ഇതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിലോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം താഴെ ഫ്രിഡ്ജിലോ വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കണേ. എന്നിട്ട് വേണം മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ. കണ്ടില്ല, സിലിക്കോൺ മോൾഡാണ് നമ്മളിങ്ങനെ വളച്ചെടുക്കേണ്ടത്. അതുപോലെ ഈ സ്റ്റിക്ക് പതുക്കെ കുത്തി കൊടുക്കുക. ധൃതി പിടിച്ച് അങ്ങോട്ട് എടുത്താൽ പൊട്ടി അങ്ങോട്ട് വീഴും. അപ്പോൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുക. ഒന്നൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ട് ഇതിനെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് എടുക്കണം. ഇത് പറഞ്ഞാൽ ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ്, അതിൽ ക്രീമൊന്നുമല്ല, ഗനാഷൊന്നുമില്ല, ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്ത് എടുക്കുക. കേക്കിൻ്റെ പീസസ് ഒന്നും കാണാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ചെരിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ എന്ത് പറ്റും, എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ചോക്ലേറ്റൊക്കെ താഴത്തേക്ക് വീണോളും. അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കണം, എന്നാൽ ആ എക്സസ് എല്ലാം മാറിക്കിട്ടും. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം ഒരു ബട്ടർ പേപ്പറിലേക്കോ എന്തെങ്കിലും ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഇല്ലേ, അത് ഉറയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേണം ഡെക്കറേഷൻ. എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കുറച്ച് പേൾസ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ ആ ചോക്ലേറ്റ് ഉറച്ചു പോകുന്നതിൻ്റെ മുന്നേ ചെയ്യുക. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കണ്ടില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും മറ്റതും ചെയ്തെടുക്കുക. ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പതുക്കെ വളരെ സാവധാനം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്യുക. പിന്നെ ഓവർ തണുക്കരുത്. ഓവർ തണുത്താൽ പിന്നെ നമ്മളിങ്ങനെ ചോക്ലേറ്റ് ഒഴിക്കുമ്പം ക്രാക്സ് വരും. അതുപോലെ ഈ ചോക്ലേറ്റ് ഇല്ലേ, അത് ചൂടുണ്ടാവാൻ പാടില്ല. മെൽറ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചറിലായ ഒരു ചോക്ലേറ്റാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ക്രാക്സ് വരും, അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, സുഖമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാൻ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, അതുപോലെ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.